ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇതിന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതൊരു ഈവനിങ് വ്ലോഗാണ്. നമ്മള് വൈകിട്ടത്തെ കാര്യങ്ങളാണ് കേട്ടോ. വൈകിട്ടത്തെ കാര്യങ്ങൾ എന്തോരം ഉണ്ടാകും, എത്ര എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഇതിൽ കാണിക്കുന്നത്. ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒരുപാട് വിഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇന്ന് ഉണക്കമീനും പയറുതോരനും ഉള്ളൂ. ഉണക്കമീനും പയറുതോരനും അച്ചാറുമാണ് കേട്ടോ. നാരങ്ങ അച്ചാറും ഉണ്ട്. പയറുതോരനും ഉണക്കമീനും ഉള്ളത്. ഉണക്കമീൻ എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങള് വെള്ളത്തിൽ കുറേ നേരം ഇട്ട് വെക്കും. എന്നിട്ട് അത് വെള്ളം ഉപ്പ് പോയി കഴിയുമ്പോൾ അത് വെട്ടിയിട്ട് അത് ഞങ്ങളെ എണ്ണയിലിട്ട് വറുത്തെടുത്തിട്ട് നല്ല ക്രിസ്പി ആയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മുളക് പൊടി ഇട്ടെടുക്കുക ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല, ചിലപ്പോൾ മുളക് പൊടി തേച്ചിട്ടൊക്കെ ആയിരിക്കും വറക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ വറക്കുന്ന ഇഷ്ടം. നല്ലതായിട്ട് മൊരിഞ്ഞിരിക്കണം. അത് ഇങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ടിരുന്ന ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല. എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. പണ്ട് തൊട്ട് അങ്ങനെ തിന്ന് കഴിച്ച് ശീലിച്ചത് കൊണ്ടാണോന്ന് എനിക്കറിയില്ല. എങ്ങനെ വേണേലും ചെയ്യാട്ടോ. ഞാൻ മീൻ ഇങ്ങനെ വറക്കാൻ വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാവേ. മീൻ ഇങ്ങനെ വറുത്തിട്ടുണ്ട്. ആദ്യം ഒന്ന് എണ്ണയുടെ കളർ എന്താന്ന് വെച്ചാൽ ഈ മീൻ ആദ്യം വറുത്തതാണേ. അതുകൊണ്ടാണ് എണ്ണ അങ്ങനെ ഇരിക്കുന്നത്. എണ്ണ അങ്ങനെ അല്ല അതിന്റെ കളർ. നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം വറുത്തെടുത്തത് കൊണ്ടാണ് അതിന്റെ എണ്ണയുടെ കളർ അങ്ങനെ ആയത്. ഇത് കണ്ടോ, ഇത് വറുത്താൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ അതും കൂടെ ശരിയായി കഴിയുമ്പോൾ അതിന്റെ അകത്ത് നമ്മൾ മുളക് പൊടി ഇട്ട് ഇളക്കും കേട്ടോ. നമ്മുടെ ചോറ് ഒന്ന് തിളപ്പിച്ച് ഓഫാക്കി വെച്ചതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി ഒന്നും കൂടെ തിളച്ചിട്ട് ഇത് വാർക്കാറായതാ. പെട്ടെന്ന് വേവേ. ഒന്ന് തിളച്ച് ഒരു കുറച്ച് നേരം ഓഫാക്കി വെച്ചിരുന്നാൽ അത് പെട്ടെന്നാവുന്ന ചോറാണേ. അമ്മ അത് മറിച്ചിടാൻ വന്നിട്ടുണ്ട്. അത് മറിച്ചിട്ടോണ്ടിരിക്കുകയാണ്. നമുക്കത് മുളക് പൊടി ഇടുന്നത് കാണാതെ നമുക്ക് മുളക് പൊടി ഇല്ല അതിൻ്റെ അകത്ത്. അത് മൂത്ത് കഴിഞ്ഞ് മൂത്തില്ലല്ലേ. ഞാനിങ്ങനെ വാർക്കില്ല കേട്ടോ. ഈ അമ്മയ്ക്ക് ഇങ്ങനെ വാർക്കാനാണ് ഇഷ്ടം. എൻ്റെ മേത്തോടെ എല്ലാം വെള്ളം തെറിക്കും ഞാനിങ്ങനെ വാർക്കാം. ഞാൻ ആദ്യം അത് തുറന്നു വെച്ചിട്ട് കുറേ വെള്ളം അതിൻ്റെ അകത്തോട്ട് ഊറ്റി കളഞ്ഞിട്ടേ ഞാൻ വാർക്കുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ വാർക്കാൻ പേടിയാ. ഇരിക്കും അങ്ങനെ. ഇരുന്നു എന്താവൂന്നറിയില്ല. കയ്യല്ലപ്പുറത്തെ തേങ്ങ പോലെ ഇരിപ്പുണ്ട് കേട്ടോ. എന്നാ ഇതേ അമ്മ അടുത്ത് മുളക് പൊടി ഇടാൻ പോവാണേ. വീഡിയോ എടുക്കലും ഉണ്ടാക്കലും കൂടെ നടക്കില്ല. അമ്മ ഉണ്ടാക്കുന്നു, ഞാൻ വീഡിയോ എടുക്കുന്നു. അല്ല, എണ്ണ കറുത്തു പോയി. മൂത്ത എണ്ണ ആയതുകൊണ്ടാന്ന്. മുളക് പൊടി ഇട്ടു. മുളക് പൊടി ഇട്ടൊന്ന് ചൂടാകണം. ചൂടായിട്ട് വേണം. ചൂടായമേ ഇട്ടും ഔട്ടാക്കട്ടെ. ഒത്തിരി നേരം തീ കത്തിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് ഓഫായി കരിഞ്ഞു പോകാതെ അങ്ങ് ഓഫാക്കിയാൽ മതി. മുളക് പൊടി ഒന്നും ഉണ്ടായി കഴിഞ്ഞു. പിന്നെ ഇത് ഇത്രയൊക്കെ ഇളക്കിയെടുക്കും ഞാൻ. ഇങ്ങനെ നല്ല ഉണങ്ങിയിരിക്കുന്ന ഇവിടെ ഉള്ളവർക്ക് ഉണങ്ങണം. അല്ലാതെ നമ്മളിങ്ങനെ എണ്ണ ഇതേലും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും തിരുമിയിട്ട് വറക്കുമ്പോ അത് സോഫ്റ്റ് ആയിട്ടേ ഇരിക്കുള്ളൂ അല്ലേ. മുരിയത്തില്ലല്ലോ. ഒരു 5-8 മീനുണ്ടായിരുന്നു. എല്ലാ മീനുകളും ചത്തു പോവാണ് കേട്ടോ. എന്താ കാരണമെന്ന് അറിയത്തില്ല. എല്ലാരും ചത്തു പോവുക. അമ്മ അവന് ചോറ് വാരി കൊടുക്കുവാണ്. മുളകോ? മുളകില്ലാത്ത ചോറ് തിന്നും. മുളകില്ലാത്ത ചോറ് ഇറക്ക. നേരെ എരിവ് കൊടുക്കും. വീണ എരിവോട്ടെ, വെള്ളം കുടിക്കും.
പോയോ മുളകില്ലാത്ത ചോറുണ്ട്. രണ്ടു മൂന്ന് മറ്റേ വൈകിട്ടല്ലേ. പയർ വേണോ? പയർ വേണോ? ഇങ്ങോട്ട് വരുവേ. അമ്മ വഴികൊണ്ട് വരുവേ. പയർ ഇട്ടോ. അങ്ങനെ ഞാൻ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്. ചോറ്, പയറുതോരൻ, മീൻ വറുത്തത്, ശകല അച്ചാർ കേട്ടോ. പിന്നെ ഞാൻ കഴിക്കുവാണ്. കഴിച്ചിട്ട് പിന്നെ അവിടെ വല്ല ഒന്ന് വൃത്തിയാക്കണം. ഞാൻ അവിടെ എല്ലാം തൂത്ത് ഉടച്ച് വൃത്തിയാക്കുവാണ്. അമ്മ എന്നാലും പാത്രം കഴുകുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേനും ഭയങ്കര പാടായിരിക്കും. പാത്രം കഴുകലും അടിച്ചു വാരലും എല്ലാം കൂടെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വൈകിട്ട് കിടക്കുമ്പോഴത്തേനും അതെല്ലാം ചെയ്ത് വെച്ചിട്ട് കിടക്കും കേട്ടോ. പിള്ളേരുള്ള വീടാവുമ്പോ എല്ലാവർക്കും അറിയാലോ. എപ്പോ നോക്കിയാലും അടിച്ചു വാരാനും വൃത്തിക്കാനും കാണുമല്ലോ. അവർ ഒന്നെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നിരത്തിയിട്ടിട്ട് പോകും. എത്ര അടിച്ചു വാരിട്ടാലും വൃത്തിയായിട്ട് കിടക്കുകയില്ല. പിന്നെ എന്നാലും അടിച്ചു വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞങ്ങൾ അതെല്ലാം വൃത്തിയാക്കി വെക്കുക. വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ ഒരു കാര്യം, സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓളം എന്നൊരു ബട്ടൺ കൂടെ ഉണ്ട്. അതും കൂടെ പ്രസ് ചെയ്താലേ ഞാനിടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കല്ലേ. ഓക്കെ, ബൈ, ടാറ്റാ.